അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളൊരു നൈറ്റി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? നൈറ്റി അല്ല, ഒരു പഴയ നൈറ്റി വെട്ടിയിട്ട് ഒരു കുർത്തി തയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ തയ്ക്കണ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അതായത് നമ്മുടെ നൈറ്റി വെട്ടിയതൊക്കെ, അതായത് ഞാൻ ഈ നൈറ്റി ഉണ്ടല്ലോ മുമ്പ് ഒരു ദിവസം കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഫ്രണ്ട് ഓപ്പണൊക്കെ ആയിട്ട് പ്ലേറ്റഡ് നൈറ്റി, അത് ഞാൻ നമ്മുടെ നൈറ്റി വീഡിയോസിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ലിങ്ക് ഞാൻ അതിൻ്റെ അകത്ത് വെച്ചേക്കാം, കട്ടിങ് വീഡിയോ. അപ്പോൾ പ്ലേറ്റഡ് നൈറ്റിയിൽ നിന്ന് ഒരു കുർത്തി എങ്ങനെ തയ്ച്ചെടുക്കാമെന്നാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത്. എൻ്റെ ഒരളവിൽ തയ്ച്ചെടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിൽ ടക്കിടണയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതാണല്ലോ ചെയ്യുക. അതിനുശേഷം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ ടക്കൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഞാൻ ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. ക്രോസ് പീസ് ഇതാ നീളത്തിൽ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്ക് നമ്മൾ റൗണ്ട് ഷേപ്പിലാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതിൽ ലിങ്ക് ഉണ്ട്. ഞാനിപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞു എന്ന് തോന്നണു. എന്തായാലും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്യാനായിട്ടേ അതായത് നോക്കി ക്യാൻവാസ് ഒന്നും വെച്ചിട്ടില്ല. അതായത് ഇതുപോലെ ക്രോസ് പീസ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നമ്മൾ ബ്ലൗസിനൊക്കെ വെച്ച് കൊടുക്കൂലേ അതേപോലെ. അപ്പോൾ കഴുത്തിൽ മോൾ ഭാഗത്ത് ഞാൻ ഓപ്പണൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പടി ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ പടി മൊത്തത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ലോക്കാക്കി കളഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫീഡിങ് നൈറ്റി അല്ലെങ്കിൽ ഫീഡിങ് കുർത്തിയൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ ഓപ്പൺ ഇട്ടിട്ട് വേണം ഇതേപോലെ ഫേസിങ് വെച്ച് കൊടുക്കാനായിട്ട്. ഞാൻ പലപ്പോഴായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്, എന്നാലും ഞാനൊന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോയിൽ നല്ല അടിപൊളി നൈറ്റി വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ആ നെക്ക് നമുക്ക് നീറ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയുണ്ടല്ലോ ഒരു കാര്യം കൂടെ ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു ബിസിനസ് കൂടെ ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് നമ്മൾ തയ്ക്കണ മെറ്റീരിയൽസ്, അതായത് തയ്ക്കണ നൈറ്റിയോ അങ്ങനെയൊക്കെ സെയിൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ചാനലുണ്ട്, ഷൈസ് കിച്ചൺ എന്നാണ് ചാനലിൻ്റെ പേര്. അത് നമ്മൾ പേരൊക്കെ മാറ്റി നല്ല അടിപൊളി ഒരു ഓൺലൈൻ സ്റ്റോറാക്കി മാറ്റാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ അത് നമ്മൾ നെക്കിൽ ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രോസ് പീസ് അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റി അല്ല, ഇപ്പോൾ നൈറ്റി ഫ്രോക്ക് ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണല്ലോ. അത് നൈറ്റികളുടെ ഫ്രോക്ക് മോഡൽ നൈറ്റിയൊക്കെ ടീനേജേഴ്സായ പിള്ളേരൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട് അത് ആ ഐറ്റം നമ്മുടെ ഷോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് സെയിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യണതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കൂടെ ഞാൻ ഷെയർ ചെയ്യാം. അത് നമ്മുടെ മറ്റേ ചാനലിലായിരിക്കും. എന്തായാലും സ്റ്റിച്ചിങ് ഒക്കെ ഈ വീഡിയോയിൽ ഈ ചാനലിൽ തന്നെ കാണിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. പുതിയ ബിസിനസ്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നോക്കി നമ്മുടെ നെക്കിൽ ആ പീസ് കൂടുതലായിട്ട് വന്ന ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അബദ്ധം പറ്റരുത്, കഴുത്ത് വെട്ടി പോകരുത്, സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് മൂർച്ചയുള്ള കത്രി വെച്ച് കട്ട് ചെയ്യാതിരിക്കണതാണ് നല്ലത്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഷോൾഡർ അടിക്കുന്നതിന് മുമ്പ് ഫ്രണ്ടിലെ നെക്ക് നിങ്ങൾ ഹെമ്മിങ് ചെയ്യണമെങ്കിൽ ഹെമ്മിങ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് നീറ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, വളഞ്ഞ് പുളഞ്ഞ് ഒന്നും പോകരുത്. നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ, തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളി ക്ലാസ് ആട്ടോ. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് തയ്യൽ എന്ന് പറഞ്ഞത്. അപ്പോൾ തയ്യൽ മൊത്തമായിട്ടും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഉണ്ട്, എല്ലാ കോഴ്സുകളും നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നു പോകരുത്. ഒട്ടും മടി കാണിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റൂടെ ചെയ്തേക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞാൻ പറഞ്ഞ ബിസിനസ്സിൻ്റെ കാര്യം അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതിന് വേണ്ടിയുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ നമുക്ക് അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ നോക്കി നമ്മുടെ കഴുത്ത് നീറ്റായിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിൽ നമ്മൾ ക്യാൻവാസ് അല്ലല്ലോ, ക്രോസ് പീസൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ പതിച്ചടിച്ചതിന് ശേഷം ബാക്കിൽ ക്രോസ് പീസ് ഫ്രണ്ടിലേക്ക് പൊതിഞ്ഞ് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇവിടെ കെട്ടിട്ട് അടിക്കരുത് എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിതൊന്ന് വിടർത്തി നോക്കണം. ഏറ്റക്കുറച്ചിലോ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ ഒന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് കെട്ടിട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ദാ ഇതിങ്ങനെ കഴുത്ത് നല്ല നീറ്റായിട്ട് തന്നെ തുന്നിയെടുക്കണമെങ്കിൽ തുന്നിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുർത്തിയല്ലേ, നമുക്കിങ്ങനെ അടിച്ചെടുത്താലും മതി. എന്നാലും വൃത്തിയിലാണ്ട് അടിക്കരുത് കേട്ടോ, നീറ്റായിട്ട് തന്നെ അടിക്കണം. അപ്പോൾ അപ്പുറത്തെ സൈഡ് അടിച്ച പോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് പൊതിഞ്ഞടിക്കാം. പൊതിഞ്ഞടിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ കൈക്കുഴിയുടെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് അടിക്കരുത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടിച്ച് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് തെന്നാനൊക്കെ സാധ്യതയുണ്ട്. അതായത് ഇതുപോലെ കഴുത്തിൽ നിന്ന് കൈക്കുഴിയിലേക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ. ഷോൾഡർ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് നിവർത്തി നോക്കാം, അതിൽ നമുക്ക് ഏറ്റക്കുറച്ചിലൊക്കെ വന്നിട്ടുണ്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അഴിക്കാനുള്ള സൗകര്യത്തിനാണ് നമ്മൾ ആദ്യം അടിക്കുമ്പോൾ കെട്ടിട്ടടിക്കാത്തത്. മനസ്സിലായോ? ഇനിയിപ്പോൾ നമുക്ക് ഇത് നോക്കി കഴുത്തിൻ്റെ ആ ഭാഗം വരുമ്പോൾ കെട്ടിട്ടടിക്കാം. ഇനി ഇപ്പുറത്തെ സൈഡിലെ ഷോൾഡർ നമ്മൾ കെട്ടിട്ടടിച്ചിട്ടില്ലല്ലോ, അവിടെയും ഒന്ന് കെട്ടിട്ടടിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിട്ടൊന്നും പോവില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ബാക്ക് നെക്ക് നമുക്ക് ഹെമിൻ ചെയ്യണമെങ്കിൽ ഹെമിൻ ചെയ്തെടുക്കാം. നമ്മളെപ്പോലെ എന്നെപ്പോലെ മടിയന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഇടാനാണ് കരുതിയത്. ഇതിൻ്റെ ആ ഒരു മെറൂൺ കളർ ഡോട്ട മെറ്റീരിയൽ കണ്ട ആ കളർ തന്നെ സെയിം ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ. ആ കളർ തന്നെ എനിക്ക് ഷോളുണ്ട്. അപ്പോൾ ഞാൻ കരുതി ആ കളർ ബോട്ടം ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി വൈറ്റ് ബോട്ടം തന്നെ ഇടാം, എന്നിട്ട് ആ ഷോൾ ഇടാം. എനിക്ക് വൈറ്റ് കളർ ചുരിദാർ ഇഷ്ടമാണ്, എനിക്ക് വലിയ ചേരുമൊന്നുമില്ല കേട്ടോ, എന്നാലും ഞാൻ ഇടും. ചേരണും ചേരാത്തതൊക്കെ നമ്മുടെ തീരുമാനമല്ലേ, നമ്മളല്ലേ തീരുമാനിക്കുന്നത് നമുക്ക് ചേരണ്ടോ ചേരണില്ലേ എന്നൊക്കെ. വൈറ്റ് കളർ ചേരില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നാലും ഞാൻ വൈറ്റ് ചുരിദാർ ഇടും കേട്ടോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെളുത്തവർക്കാണ് ചേരണതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഞാൻ അത്ര വെളുത്തൊന്നുമല്ല, ഇരുന്നറാണ്, എങ്കിലും ഞാൻ വൈറ്റ് ചുരിദാറൊക്കെ ഇടും കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡ് മാർക്ക് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തപ്പോൾ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ ഡാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒപ്പം വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക, ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് മെലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. മെലിഞ്ഞ് വരുമ്പോൾ നമുക്ക് അധികം വീതിയൊന്നും വേണ്ട ചുരിദാറിന്. എന്തായാലും ഞാൻ ഒരു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ, എങ്ങനെയാണ് ഞാൻ മെലിഞ്ഞ് വന്നത് എന്നുള്ളത്. ഒരു ദിവസം 1/2 കിലോ വെച്ചിട്ട് മെലിയണുണ്ട്, 1/2 കിലോ 400 ഗ്രാം അങ്ങനെയൊക്കെ വെച്ച് മെലിയുണ്ട്. ഞാനപ്പോൾ വെയിങ് മെഷീൻ ആദ്യം വാങ്ങിച്ചിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മെലിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിക്കുക, സ്ലിറ്റൊക്കെ അടിക്കുക, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇനി ഞാൻ കൈ അടിക്കണ കാണിച്ചു തരട്ടെ. അപ്പോൾ കൈ നമുക്ക് ജോയിൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, കുറേ ജോയിൻ്റ് ഉണ്ട് കേട്ടോ. അതായത് സൈഡിൽ നൈറ്റി വെട്ടിയെടുത്തതിൻ്റെ ജോയിൻ്റ് ഇതും ഓൾറെഡി ഉണ്ട്. ഞാൻ 3/4 സ്ലീവ് എടുക്കുകയാണ്. ഹാഫ് സ്ലീവ് ആണെങ്കിൽ നൈറ്റിയുടെ സ്ലീവ് തന്നെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 3/4 സ്ലീവ് ആയതുകൊണ്ട് അത്യാവശ്യം ജോയിൻ്റൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ലെന്നേ. നമുക്ക് ജോയിൻ്റ് ആണെങ്കിലും കൈ നീളം കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അതാ ഇവിടെ നടുഭാഗത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. 2 സ്ലീവിൻ്റെ കഷ്ണങ്ങൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ. 2 സ്ലീവിന് ഇതേപോലെ ജോയിൻ്റ്. അത് നിങ്ങൾ കട്ടിങ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അതിലിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ജോയിൻറ്റ് സൈഡിൽ നിന്ന് വരുന്ന പീസാണ്. അപ്പോൾ എന്തായാലും ജോയിൻറ്റ് വരുമല്ലോ. അപ്പോൾ അതാ നമ്മളതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. 2 കൈയും അടിച്ചിട്ടുണ്ട്, എൻഡ് ഭാഗമൊക്കെ അതാ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കൈയിൻ്റെ മടക്കി അടിച്ചിട്ടുണ്ട്. 2 കൈക്കും 3 ജോയിൻറ്റ് വീതമുണ്ട് കണ്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി 2 കൈയും നല്ല വശം ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. കൈക്കുഴി കുഴിച്ച് വെട്ടാനാണ്, ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടണം കേട്ടോ. എന്നാലാണ് നമുക്ക് ചുരിദാർ ഇടുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് ചുരിദാർ തയ്ക്കണവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് നൈറ്റിയൊക്കെ വെട്ടിയിട്ട് ഒരെണ്ണം തയ്ച്ചു നോക്കുന്നേ, നിങ്ങളുടെ അളവിൽ തയ്ച്ചു നോക്ക്. എന്നിട്ട് അതിൻ്റെ ഇത് നമ്മുടെ വീഡിയോ കണ്ടിട്ടേ ഒത്തിരി പേര് തയ്യൽ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് തരാറുണ്ട് കേട്ടോ. അവർ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് കമൻറ്റൊക്കെ ഇടാറുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ, നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധിച്ചല്ലോ. നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുമ്പോഴല്ലോ എന്തെങ്കിലും മാർക്കോട് അവശേഷിപ്പിച്ചിട്ട് പോകാം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ ഓർക്കാൻ വേണ്ടിയിട്ട് മരിക്കണ കാര്യം പറഞ്ഞില്ല കേട്ടോ. എങ്കിലും നമ്മൾ ജീവിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരം കിട്ടിയാലോ. അപ്പം നമുക്ക് കൈ കയറ്റുന്നത് നോക്കാം. അതാ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നോക്കാം. നമ്മുടെ ഈ തയ്യലുണ്ടല്ലോ, കക്ഷത്തിലെയും ഷോൾഡറിലെയും തയ്യൽ അത് കയറ്റി പിടിക്കരുത് കേട്ടോ. അതായത് ഇതേപോലെ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന പോലെ പിടിക്കുക. എന്നിട്ട് ഇതേപോലെ ആം ഹോൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കുക, കറക്റ്റായിട്ട് വെച്ചിട്ട്. വെള്ളയാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കളർ ഡ്രസ്സിലും കാണിച്ചു തരാം കേട്ടോ. ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വെള്ളം ഇഷ്ടമുള്ളതും. പിന്നെ ഈ ഒരു നൈറ്റി അവിടെ കിടന്നിരുന്നതേ, ഞാൻ ആദ്യം ഓർത്തത് തലേണി കവർ അടിച്ച സമയത്ത് തലേണി കവർ അടിച്ചാലോ എന്നൊക്കെ ഓർത്തെടുത്താണ്. പിന്നെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഒരു പ്രാവശ്യം പോലും ഇട്ടിട്ടില്ല. അങ്ങനെ അങ്ങോട്ട് കളയാൻ പറ്റുമോ? അപ്പം ഞാൻ വേഗം തന്നെ ഒരു കുർത്തി അടിക്കാം. കുർത്തി അടിച്ചാലും നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഇനിയിപ്പോൾ തലേണിക്ക് ഉള്ളിലിടുന്ന കവറൊക്കെ അടിക്കണമെങ്കിൽ അടിക്കാമല്ലോ.
പിന്നെ കുർത്തി നമുക്ക് യൂസ്ഫുള്ളായി തീരുകയും ചെയ്യും. അപ്പോൾ ഞാൻ കൈയിൻ്റെ വണ്ണമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വണ്ണം തന്നെ ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് നമുക്ക് ഈ മാർക്കിലൂടെയൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ അടിച്ചെടുത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നല്ല വശം നോക്കി മറിക്കാം. അപ്പോൾ കൈക്കുഴി കുഴിച്ച് വെട്ടിയേക്കണത് ശ്രദ്ധിക്കണം കേട്ടോ. എവിടെയാണ് വെട്ടിയേക്കണതെന്ന് നോക്കാം. നമ്മൾ ആ നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ നോട്ട്സ് കറക്റ്റായിട്ട് ഫ്രണ്ട് പോർഷനിൽ തന്നെ വരണോട്ടെ, തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വൃത്തികേടായി പോവും. ഇതാ ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്രണ്ട് പോർഷൻ നമുക്ക് നോക്കാം. ആ ഒരു നോട്ട്സ് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഞാനിത് ഇട്ട് നോക്കിയിട്ടാ, എനിക്ക് നല്ല ഇഷ്ടമായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. വെറുതെ നൈറ്റി ആയിട്ട് അവിടെ ഇവിടെ ഇട്ട് കളയേണ്ട തുണിയായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റഡ് നൈറ്റി ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഷോപ്പിൽ വെച്ചാൽ പോവും, സെയിലായി പോവും. ഞാൻ ഈ കാര്യമേ വിട്ടുപോയേക്കായിരുന്നു. ഇതെൻ്റെ അലമാരി കിടക്കായിരുന്നു, മടക്കി വെച്ചേക്കായിരുന്നു. അവിടെ അങ്ങനെ യൂസ് ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല അന്ന് എൻ്റെ പില്ലോ കവർ കാണാഞ്ഞിട്ട് അത് തപ്പിയപ്പോഴാണ് ഈ ഒരു ഐറ്റം കിട്ടിയത്. അപ്പോൾ എന്തായാലും അത് വെച്ചൊരു കുർത്തി തയ്ക്കാം. ഇപ്പോൾ ചൂടുകാലത്ത് ഇടാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നല്ല തണുപ്പായിട്ടോ, നല്ല മഴയൊക്കെ പെയ്തിപ്പോൾ എല്ലായിടത്തും നല്ല തണുപ്പാണ്. എന്തായാലും തണുപ്പ് കാലത്തും ചൂടുകാലത്തും ഒരേപോലെ ഇടാൻ പറ്റിയ കുർത്തിയാണ് ഞാൻ തയ്ച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ നോക്കി അടിപൊളിയായിട്ട് കൈ റൗണ്ടിൽ കയറ്റുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കൈ റൗണ്ടിൽ കയറ്റുമ്പോണ്ടല്ലോ പലരും പറയും ഒന്ന് വണ്ണം കൂട്ടണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണെന്ന്. ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഇങ്ങനെ ശീലിച്ചവർക്ക് ഇത് എളുപ്പമായിട്ട് വരാറുണ്ട്. പിന്നെ ഇട്ടാലും നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കും. നമ്മുടെ ഷോപ്പിലൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതേപോലെ റൗണ്ടിൽ കയറ്റി രണ്ട് കൈയും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ സ്ലിറ്റ് അടിക്കണമെന്ന് ഞാൻ കാണിച്ചില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. കാണിച്ചു തരണമെങ്കിൽ ഇനിയുള്ള വീഡിയോസിൽ കാണിച്ചു തരാം. ഇനി അടുത്തത് നമ്മുടെ ട്രെൻഡിങ് നൈറ്റിയാണ് കേട്ടോ വരുന്നത്. അതായത് ഫ്രോക്ക് നൈറ്റി, കഴുത്തിൽ കോളറൊക്കെ വെച്ചിട്ട് പല മോഡലിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, പലരും തയ്ച്ചു. ഞാൻ ആ ടൈമിലൊക്കെ ഞാനെന്താ അതൊന്നും ശ്രദ്ധിക്കാഞ്ഞെന്ന് ഞാൻ ആലോചിക്കും. പലരുടെ വീഡിയോയിലും ഞാൻ കാണുന്നുണ്ട് കേട്ടോ ആ നൈറ്റിയൊക്കെ. എനിക്ക് പേഴ്സണലായിട്ട് ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്ത് തരുകയും ചെയ്തു കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബറും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ എനിക്ക് ഈ മോഡൽ നൈറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ വന്നിരുന്നു. എന്നിട്ടും ഞാനത് വിട്ടുപോയത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ മറവി രോഗം ബാധിച്ചിട്ടുണ്ടല്ലോ, വയസ്സായി വരികയല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ അത് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കയ്യിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. നൈറ്റി ഇട്ടതുപോലെയല്ല, ചിലർക്കുണ്ടല്ലോ നൈറ്റി വീട്ടിലിടുന്നത് ഇഷ്ടമല്ലായിരിക്കും. ചില ആണുങ്ങൾക്കാണ് കേട്ടോ ഇഷ്ടമല്ലാത്ത. എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. നൈറ്റി ഇട്ട് നടക്കുമ്പോൾ എന്തോ പോലെയാണെന്ന് പറയും. അതേസമയം ഈ നൈറ്റി മെറ്റീരിയൽ വെച്ച് കുർത്തിയോ ചുരിദാറോ ടോപ്പോ ഒക്കെ തയ്ച്ചിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഫ്രോക്ക് പോലെയൊക്കെ തയ്ച്ചാലും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ആണുങ്ങളും ഉണ്ടാവുമല്ലോ, വീട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വീട്ടുകാർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി നൈറ്റി ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കുർത്തി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ആ ബീഡിങ് വന്നിട്ട് ഇനി അവിടെയൊക്കെ ബട്ടൺ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നല്ല ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അതായത് 47 ഇഞ്ച് 46.5 ഇഞ്ച് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല ഡിസൈനുമാണ് കേട്ടോ, വെള്ളയിൽ കുട്ടി കുട്ടി പൂക്കളൊക്കെ ആയിട്ടുള്ള ഡിസൈനുമാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമ്പർ നോക്കിയിട്ട് എന്നെ ഒന്ന് വിളിക്കുക, കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടിപൊളി വീഡിയോസ് അടുത്ത ദിവസം വരാം കേട്ടോ.